ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യം അതെന്താണോ അത് വളരെ കൃത്യമായി ട്രംപ് സാധിച്ചിരിക്കുന്നു. അയത്തുള്ള അൽ ഖൊമേനി എന്ന ഇറാന്റെ പരമോന്നത നേതാവ്, ആധ്യാത്മിക നേതാവിനെ കൊലപ്പെടുത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ജനുവരിയിൽ അവിടെ ഖൊമേനിക്കെതിരായ പ്രക്ഷോഭം ആരംഭിച്ച സമയം മുതൽ തന്നെ ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയാൽ ഇറാനെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് ദിവസങ്ങളായി ട്രംപ് നൽകുന്ന പശ്ചാത്തലം കൂടിയുണ്ടായിരുന്നു. ഈ പ്രക്ഷോഭകാരികളോട് വളരെ മോശമായി പെരുമാറിയ, അവരെ കൊലപ്പെടുത്തിയ, അവരെ തടവിലാക്കിയ, അവർക്ക് അംഗഭംഗം വരുത്തിയ ഭരണകൂടത്തെ വെറുതെ വിടില്ല എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ അവിടെ ഇന്റേണലായി പ്രശ്നങ്ങൾ വഷളാകുന്ന പശ്ചാത്തലത്തിൽ അവിടെ ഇടപെടുകയും കാര്യങ്ങൾ തങ്ങളുടെ വരുതിക്കെത്തിക്കുകയും ചെയ്താൽ വലിയ പിന്തുണ ലഭിക്കും എന്നുള്ള ട്രംപിൻ്റെയും ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണ് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത്. അവിടുത്തെ ഭരണകൂടത്തെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യം. നേരത്തെ അജയ് പറഞ്ഞതുപോലെ ഏതൊക്കെ നേതാക്കൾ ജീവനോടെയുണ്ട്, ആരാണ് ഇനി യുദ്ധമുണ്ടെങ്കിൽ അത് നയിക്കുക, ആരാണ് ഇറാൻ ഭരണകൂടത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതിലൊക്കെ വല്ലാത്ത ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്ന പശ്ചാത്തലം ഏറെ നിർണായകം തന്നെയാണ്, സംശയമില്ല. അവിടെ നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കൊലപ്പെടുന്ന പശ്ചാത്തലം, അവരെ കൊല്ലുന്ന പശ്ചാത്തലം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഗൗരവമേറിയ സംഗതിയാണ്. ഇന്നലെ ആക്രമണം നടത്തിയപ്പോൾ തന്നെ കൊല്ലപ്പെട്ട നേതാക്കളുടെ ഒരു ലിസ്റ്റ് തന്നെ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു. ഇന്ന ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അതിൽ അയത്തുള്ള അൽ ഖൊമേനി ഉണ്ട് എന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ ഇന്ന് വെളുപ്പിനെ ട്രംപ് പ്രഖ്യാപിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഇറാന്റെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തുന്നതിലൂടെ വളരെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് അമേരിക്ക നടന്നെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇറാന്റെ പ്രതിരോധം അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണണം. ഗൾഫ് രാജ്യങ്ങളെയാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. പല എയർപോർട്ടുകളിലും സ്ഫോടനങ്ങൾ നടന്നു. സിറിയയിൽ ഇറാൻ ആക്രമിക്കുകയും 4ഓളം പേരെ കൊലപ്പെടുത്തുകയും മറ്റും ചെയ്തു. കൂടുതൽ ആക്രമണത്തിന് ഇറാൻ കോപ്പ് കൂട്ടുന്നുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും അതിൻ്റെ തലങ്ങൾ വളരെ പ്രധാനമാണ്. നമുക്കറിയാം 500 കിലോമീറ്റർ പരിധിയിൽ വരെ ആക്രമണശേഷിയുള്ള ഷഹാബ് മിസൈൽ വരെയുള്ള രാജ്യമാണ് ഇറാൻ എന്നതുകൂടി ഓർക്കണം. 200 കിലോമീറ്റർ വരെ ആക്രമിക്കാൻ ശേഷിയുള്ള നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ സ്വന്തമായി ഉണ്ട്. ഇവ ഉപയോഗിച്ചാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ എത്തുന്നത് എന്നത് മനസ്സിലാക്കണം. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങൾ ഇറാനുണ്ട്. പക്ഷേ ആയുധങ്ങളുടെയൊക്കെ ശേഷി പരിമിതമാണ്. പൂർണ്ണമായും അത് ഉപയോഗിക്കാനുള്ള ശേഷിയില്ല. അതിൻ്റെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ റഷ്യയുടെയും മറ്റും അത്യന്താധുനിക ആയുധങ്ങൾ പലതും ഇറാൻ്റെ കൈവശമുണ്ട് താനും. അതൊക്കെ ഏതൊക്കെ തരത്തിൽ ഉപയോഗപ്പെടുത്തുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ്. അജയ്, സുധ, ബിജു തുടരുന്നുണ്ട്. അജയ്, ഇറാൻ്റെ പ്രതിരോധം അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചിരുന്നു. നേരത്തെ പറഞ്ഞ സിറിയയിൽ ആക്രമണം നടത്തി. പക്ഷേ അതിനപ്പുറമുള്ള ഒന്ന് അവർ ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഗൾഫ് മേഖലയിൽ ആക്രമണം വളരെ കടുത്ത രീതിയിൽ തന്നെ ഇറാൻ നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും UAE കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങളാണ്. UAE സംബന്ധിച്ച് നമുക്ക് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ചൊരു ആശങ്കയുണ്ട്. 20 ലക്ഷം ഇന്ത്യക്കാർ വസിക്കുന്ന ഒരു രാജ്യമാണ് UAE എന്ന് പറയുന്നത്. UAEയിലേക്ക് 137 മിസൈലുകളാണ് ഇറാൻ അയച്ചത്. ഇതിൽ പലതും നിർവീര്യമാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. എന്നാലും UAEയിലുള്ള പല ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇറാന്റെ ആക്രമണം എന്നുള്ളത് തീർച്ചയായിട്ടും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതും ഇറാൻ ആക്രമണം നടത്തുന്നത് UAE അവരുടെ വികസനത്തിന്റെ പ്രതീകമായി ലോകത്തിന് മുന്നിൽ എടുത്തു കാട്ടിയിരുന്ന പല നിർണായകമായിട്ടുള്ള സ്ഥലങ്ങളും ആണ് ഇപ്പോൾ ഇറാൻ ആക്രമിച്ചിട്ടുള്ളത്. UAEയിലുള്ള ബുർജ് അൽ അറബിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ജബൽ അലി തുറമുഖം ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. സായിദ് അലി വിമാനത്താവളത്തിൽ ആക്രമണം നടന്നതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ നിർണായകമായിട്ടുള്ള പല സ്ഥലങ്ങളിലും UAEയിൽ ഇതിനോടകം തന്നെ ആക്രമണം നടന്നു കഴിഞ്ഞു. UAE മാത്രമല്ല, മറ്റ് സമീപത്തുള്ള പല ഗൾഫ് രാജ്യങ്ങളിലും ഇപ്പോൾ കടുത്ത രീതിയിൽ തന്നെ ഇറാൻ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കടുത്ത രീതിയിലുള്ള ഒരു പ്രത്യാക്രമണം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി. സൗദി അറേബ്യ, കുവൈറ്റ്, അതുപോലെ ബഹ്റൈൻ, അബുദാബി തുടങ്ങി എല്ലാ രാജ്യങ്ങളിലും ആക്രമണം നടന്നു. ഇതാദ്യമായാണ് മേഖലയിലുള്ള 6 ഗൾഫ് രാജ്യങ്ങളിലും ഇറാൻ ഇത്ര വ്യാപകമായി ആക്രമണം നടത്തുന്നത്. അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും റിപ്പോർട്ടുകൾ ശരിവെക്കുകയാണെങ്കിൽ ഇറാൻ ഇപ്പോൾ കുറച്ച് മുൻപേ മാത്രമാണ് സ്ഥിരീകരിച്ചത്. എന്നാലും US-ൻ്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രി തന്നെ ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു. പക്ഷേ അതിനും മണിക്കൂറുകൾക്കിപ്പുറവും ഇറാന്റെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും മിസൈലുകൾ ഇപ്പോഴും ഇന്റർസെപ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇസ്രായേലിലേക്കും ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ടെൽ അവീവിൽ ചില
ചില മിസൈലുകൾ പലതും അവർക്ക് നിർവീര്യമാക്കാൻ സാധിച്ചെങ്കിലും ടെല്ലവീവിൽ ഉൾപ്പെടെ ചില മിസൈലുകൾ പതിച്ചതായിട്ട് വിവരങ്ങളുണ്ട്. ആളുകൾ ഭൂരിഭാഗവും ബങ്കറുകളിൽ തുടരുകയാണ്. സൈറനുകൾ തുടർച്ചയായി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാ സ്ഥാപനങ്ങൾക്കും പ്രധാനപ്പെട്ട ഒത്തുചേരലുകൾ അതുപോലെ തന്നെ വിദ്യാലയങ്ങൾക്കുൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രായേൽ. പക്ഷേ കടുത്ത രീതിയിലുള്ള ആക്രമണം അതുപോലെ തന്നെ ജാഗ്രത അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിമാനത്താവളങ്ങളുടെ ആക്രമണം തന്നെയാണ് നിർണായകമായിട്ടുള്ള കാര്യം. അബുദാബി വിമാനത്താവളത്തിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ആക്രമണം നമുക്ക് സ്ഥിരീകരിക്കാനാവുന്നതാണ്. അതുപോലെ പല സായിദ് അലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇത്തരത്തിൽ പല വിമാനത്താവളത്തിൽ ആളുകളുടെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ദുബായ് അബുദാബി വിമാനത്താവളങ്ങൾ മലയാളികൾക്ക് ഇപ്പോൾ അവരുടെ വളരെ സുപരിചിതമായിട്ടുള്ള എയർപോർട്ടുകളാണ്. ഇവിടെ എല്ലാം ഇപ്പോൾ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് മാത്രമാണ് നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു ഘടകമെന്ന് പറയുന്നത്. പക്ഷേ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു ഇസ്രായേലി എയർക്രാഫ്റ്റ് ഇപ്പോൾ 30 ബോംബുകളാണ് ഖമനയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വിക്ഷേപിച്ചത് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 30 മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഖമനയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് നശിപ്പിച്ചത് എന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി നിലവിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇറാൻ സ്ഥിരീകരിക്കുന്നത് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഓഫീസിലായിരുന്നു. ഓഫീസിൽ ഔദ്യോഗിക ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഖമനേയി കൊല്ലപ്പെട്ടത്. എന്തായാലും ഇപ്പോൾ സ്ഥിരീകരിക്കാവുന്ന വിവരം അദ്ദേഹത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് 30 മിസൈലുകൾ ഇസ്രായേൽ വിക്ഷേപിച്ചു. അപ്പോൾ ഇതുൾപ്പെടെ അദ്ദേഹത്തിന്റെ ഒരു മരണത്തിന് കാരണമായിട്ടുണ്ട് എന്നതാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ ഒരു റിപ്പോർട്ടാണ് നിലവിൽ ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കടുത്ത രീതിയിൽ തന്നെ മേഖലയിൽ ഒരു ആശങ്കയുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് ഗൾഫ് മേഖലയിലുള്ള ഒരു സംഘർഷങ്ങളാണ്. ആശങ്കയ്ക്ക് വകവയ്ക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കടുത്ത രീതിയിലുള്ള അവിടെയുള്ള ആളുകളുടെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ അവർക്ക് ഇനി ഇപ്പോൾ നാട്ടിലേക്ക് ഉൾപ്പെടെ വരാൻ ഈ വിമാനങ്ങൾ അടച്ച സാഹചര്യത്തിൽ ഏത് സമയത്ത് പറ്റും എന്നതുൾപ്പെടെ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. 1 കോടിയോളം ആളുകളാണ് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ, നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള 1 കോടിയോളം ആളുകളാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള വിവരം, അതിൻ്റെ കണക്ക് വളരെ കൃത്യമായി തന്നെയുണ്ട്. സംഘർഷം മൂർച്ഛിച്ചാൽ അവരെയൊക്കെ പൂർണ്ണമായും ഒഴിപ്പിക്കേണ്ട പശ്ചാത്തലമുണ്ടാകും. അത് വലിയ തോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. നിർമ്മാണ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, നമ്മൾ ഇൻവെസ്റ്റ്, നമ്മുടെ കയറ്റുമതി, എണ്ണയുമായി ബന്ധപ്പെട്ട പ്രശ്നം, അങ്ങനെ ഇന്ത്യയും സ്വാധീനിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഈ സംഘർഷം അവസാനിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യക്കുമേറെ പരമപ്രധാനമായ ഒന്നാണ്. പ്രത്യേകിച്ചും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലെത്തി വളരെ കൃത്യമായ സന്ദേശം ഇസ്രായേലിന് നൽകിയിരുന്നു. അതായത് സമാധാന ആഹ്വാനങ്ങൾക്ക് വേണം, സമാധാനപരമായ പ്രശ്നപരിഹാരത്തിൻ്റെ തുടക്കമാകണം, ചർച്ചകളിലൂടെയും മറ്റും അത് ആ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പ്രധാനമന്ത്രി അവിടെ ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം എന്ന് പറയുന്നത്. സമാധാനത്തിൻ്റെ മാർഗത്തിൽ കാര്യങ്ങൾ പോകണമെന്ന് പിന്നീടും വിദേശകാര്യമന്ത്രി അടക്കം ആഹ്വാനം ചെയ്ത പശ്ചാത്തലമുണ്ട്. പക്ഷേ എത്രത്തോളം സാധ്യമാകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിന് പിന്നാലെ മുൻപത്തെ ഈ ഷാ ഭരണകൂടം, ഷാ മുഹമ്മദിൻ്റെ മകനായിട്ടുള്ള റസാ പഹൽഗവി, അദ്ദേഹം ഇപ്പോൾ US-ന് നന്ദി അറിയിച്ചുകൊണ്ട് എക്സിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് US-ൻ്റെ ഈ ഒരു നീക്കത്തിന് നന്ദി, US-ൻ്റെ സൈനിക ഇടപെടലിന് നന്ദി രേഖപ്പെടുത്തുന്നതായിട്ട് ഈ റസാ പഹൽവി വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇറാനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ദ കറേജസ് ഇറാനിയൻ പീപ്പിൾ ഹാവ് പെയ്ഡ് എ ഹെവി പ്രൈസ് ഫോർ ദിസ് ഫ്രീഡം എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ഒരു വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടാണെങ്കിലും അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതായിട്ട് ഈ റസാ പഹൽവി വ്യക്തമാക്കുന്നു. ഇനി അഥവാ ഇറാനിൽ ഒരു ഭരണമാറ്റം, US-ൻ്റെ നേതൃത്വത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഇറാനിൽ ഒരു ഭരണാധികാരിയായി US പ്രതിഷ്ഠിക്കാൻ സാധ്യതയുള്ളതായിട്ട് പറയുന്ന ഒരു നേതാവ് കൂടിയാണ് റസാ പഹൽവി. ഇദ്ദേഹത്തിൻ്റെ പേരടക്കം ഇപ്പോൾ നിർണായകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഷാ മുഹമ്മദിൻ്റെ മരണത്തിന്
മരണത്തിന് ശേഷം റസാ പഹ്ലവി ഇപ്പോൾ US-ലാണ് താമസിക്കുന്നത്. ഇപ്പോൾ അതിനുശേഷം അദ്ദേഹം രാജ്യം വിട്ടു പോയതാണ്. ഇപ്പോൾ US-ൽ കഴിയുകയാണ്. ഇറാനിലെത്തിയാൽ ഇദ്ദേഹത്തെയും വധിക്കും എന്നുള്ള തരത്തിലുള്ള ഭീഷണികളുണ്ട്. അത് കാരണമാണ് അദ്ദേഹം US-ൽ കഴിയുന്നത്. അപ്പോൾ വർഷങ്ങളായി US-ൽ കഴിയുന്ന റസാ പഹ്ലവി ഇപ്പോൾ ഈ ഖമനയുടെ മരണത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല US-ലുള്ള പല ഇറാനിയൻ പൗരന്മാരും പൊതുവായിട്ട് തന്നെ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതിൻ്റെ പലതരം ചിത്രങ്ങളും അതുപോലെ തന്നെ വീഡിയോകൾ ഉൾപ്പെടെ ഇപ്പോൾ റോയിറ്റേഴ്സ് ഉൾപ്പെടെ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ CIA-യുടെ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ CIA ഇതിനു മുൻപ് തന്നെ ഇനി ഖമനയി കൊല്ലപ്പെടുകയാണെങ്കിൽ ആരായിരിക്കും ഇറാന്റെ അടുത്ത നേതാവ് എന്നതിനെ സംബന്ധിച്ച് CIA വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ആ വിവരങ്ങൾ ശേഖരിച്ച് ഈ അടുത്ത ഭരണാധികാരിയെയും വകവരുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു കോപ്പ് കൂട്ടാൻ അമേരിക്കയെ സഹായിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ കൂടി നിലവിൽ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാര്യം. ഇറാനിൽ പല മുതിർന്ന നേതാക്കളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ CIA-യുടെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരമായിരിക്കാം. അപ്പോൾ CIA-യുടെ ഈ നിർദ്ദേശാനുസരണം പല മുതിർന്ന നേതാക്കളും കൊല്ലപ്പെട്ടു. ആരൊക്കെ ഇനി ജീവനോടെയുണ്ട്, ആരൊക്കെ മരിച്ചു, ഇനി എന്താകും ഇറാന്റെ മുന്നോട്ടുള്ള ഒരു പോക്ക് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒന്നും തന്നെ നിലവിലെ സാഹചര്യത്തിൽ പ്രവചിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇനി അടുത്ത നേതാവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇനി അടുത്ത ഒരു ഭരണകൂടം